നമസ്കാരം. ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ചിലതൊക്കെ മാറ്റം വരുത്താനും ഒക്കെ പറ്റുമായിരുന്നു എന്നൊക്കെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒക്കെ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഇന്ന് അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 2026 പ്രവചനങ്ങൾ, അതായത് ഈ വർഷത്തിലെ പ്രവചനങ്ങൾ. ലോകപ്രശസ്ത ബൾഗേറിയൻ പ്രവാചകയായ ബാബ വാങ്കയുടെ 2026 പ്രവചനങ്ങൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. എന്നാൽ ഇതിലും ഭീതിജനകമായ മറ്റു 3 പ്രവചനങ്ങൾ കൂടി ഈ വർഷം മനുഷ്യരാശിയെ കാത്തിരിക്കുന്നുണ്ടെന്ന ചർച്ചകളും ഇപ്പോൾ നടക്കുകയാണ്. 1996 അന്തരിച്ച വാങ്കെ 2026 വൻ പ്രകൃതി ദുരന്തങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് വ്യാപകമായി മാറ്റി സ്ഥാപിക്കുന്നതും പ്രവചിച്ചിട്ടുണ്ടെന്നാണ് ചിലരുടെ വാദം. ഈ വർഷം ലോകത്ത് നടന്ന ചില പ്രധാന സംഭവ വികാസങ്ങളെ മുൻനിർത്തിയാണ് അവർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന പ്രവചനങ്ങൾ കൂടുതൽ ഭയപ്പെടുത്തുന്നതും അവിശ്വസനീയവുമാണ്. ഭാവിയിൽ മനുഷ്യരാശിയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളാണെന്നും ഇവർ പ്രവചിക്കുന്നു. 2026 വാങ്കയുടെ ആദ്യ പ്രവചനം ലോകമെമ്പാടും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ മ്യാൻമറിൽ വൻ നാശനഷ്ടം വിതയ്ക്കുകയും ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ എടുക്കുകയും ചെയ്ത 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ മുൻനിർത്തിയാണ് അനുയായികൾ ഈ പ്രവചനം സത്യമായെന്ന് അവകാശപ്പെടുന്നത്. കൂടാതെ സ്പെയിൻ, പോർച്ചുഗൽ, ഗ്രീസ്, ഇറ്റലി, ഫ്രാൻസ് എന്നിവിടങ്ങളിലുണ്ടായ കാട്ടുതീയും കടുത്ത ഉഷ്ണതരംഗവും ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രളയവും US ശക്തമായ കൊടുങ്കാറ്റുകളും ഇതിന് തെളിവായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രകൃതി ദുരന്തങ്ങൾ എവിടെ എപ്പോൾ സംഭവിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും വാങ്കയുടെ പ്രവചനങ്ങളിൽ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഭൂകമ്പങ്ങളും പ്രളയങ്ങളും കാട്ടുതീയും എല്ലാ വർഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്നതിനാൽ ഇത്തരമൊരു പൊതുവായ പ്രവചനത്തെ ഏതൊരു ദുരന്തവുമായും ബന്ധിപ്പിക്കാൻ എളുപ്പമാണ്. 2026 വാങ്കയുടെ മറ്റൊരു പ്രവചനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തൊഴിൽ നഷ്ടത്തെയൊക്കെ കുറിച്ചായിരുന്നു. 2026 തുടക്കം മുതൽ AI കൊണ്ട് ജോലി പോയവരുടെ വാർത്തകൾ നാം കേൾക്കുന്നുണ്ട്. മനുഷ്യ തൊഴിൽ ശക്തിയെ യന്ത്രങ്ങൾ വൻതോതിൽ മാറ്റി സ്ഥാപിക്കുമെന്ന് വാങ്കെ പ്രവചിച്ചിരുന്നതായി ഇവർ പറയുന്നു. വരാനിരിക്കുന്ന 3 ഭീതിജനകമായ പ്രവചനങ്ങൾ വാങ്കയുടേതായി പ്രചരിക്കുന്നു. അവസാനത്തെ 3 പ്രവചനങ്ങൾ തികച്ചും ആകുലതയുണർത്തുന്നതാണ്. ശേഷിക്കുന്ന പ്രവചനങ്ങളിൽ ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്നത് ഭൂമിക്ക് പുറത്തുള്ള ജീവന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ളതാണ്. വാങ്കയുടെ പ്രവചനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ അനുയായികൾ വലിയ രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. ഒരു ഭീമാകാരമായ ബഹിരാകാശ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുമെന്നൊരു പ്രവചനം വാങ്കയുടേതായിട്ടുണ്ട്. വരുന്ന നവംബർ മാസത്തിലാണ് ഈ സംഭവം നടക്കുകയെന്ന് അനുയായികൾ കൃത്യമായ സമയപരിധിയും പറയുന്നുണ്ട്. US സർക്കാർ അജ്ഞാത ആകാശ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള രഹസ്യരേഖകൾ പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ ഇത്തരം പ്രവചനങ്ങൾ കൂടുതൽ പ്രചാരം നേടുന്നു. എന്നാൽ തിരിച്ചറിയാൻ കഴിയാത്ത വസ്തുക്കൾ ആകാശത്ത് കാണപ്പെടുന്നു എന്നതുകൊണ്ട് അത് അന്യഗ്രഹ പേടകങ്ങൾ ആകണമെന്നില്ല. അത്തരം വസ്തുക്കൾ പിന്നീട് ഡ്രോണുകളോ വിമാനങ്ങളോ ബലൂണുകളോ സാറ്റലൈറ്റുകളോ അന്തരീക്ഷ പ്രതിഭാസങ്ങളോ അല്ലെങ്കിൽ സെൻസർ തകരാറുകളോ ആയി സ്ഥിരീകരിക്കപ്പെടാറുണ്ട്. 2026 ഏറ്റവും ഭയാനകമായ മറ്റൊരു പ്രവചനം 3-ാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണ്. ചൈന തായ്വാനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്നും റഷ്യയും US തമ്മിലുള്ള തർക്കങ്ങൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുമെന്നും വാങ്കയുടെ പ്രവചനങ്ങളെ പിന്തുടരുന്നവർ അവകാശപ്പെടുന്നു. എന്നാൽ നിലവിൽ തായ്വാൻ സ്വയംഭരണ പ്രദേശമായി തുടരുകയാണ്. റഷ്യയും US തമ്മിൽ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് കടന്നിട്ടുമില്ല. എന്നിരുന്നാലും യുക്രൈൻ യുദ്ധവും വൻ ശക്തികൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും ഈ പ്രവചനത്തിന് വീണ്ടും ജനശ്രദ്ധ നേടിക്കൊടുക്കുന്നതാണ്. റഷ്യയെ കേന്ദ്രീകരിച്ചാണ് അവസാനത്തെ പ്രവചനം. 2026 അവസാനിക്കുന്നതിന് മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അധികാരം നഷ്ടപ്പെടുമെന്നും പുതിയൊരു നേതാവ് റഷ്യയുടെ ഭരണം ഏറ്റെടുക്കുമെന്നുമാണ് പ്രവചിക്കുന്ന അവകാശവാദം. 2 ഘട്ടത്തിലായി 18 വർഷത്തിലധികമായി പുടിൻ റഷ്യൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുകയാണ്. അദ്ദേഹം സ്ഥാനമൊഴിയാൻ തയ്യാറെടുക്കുന്നതായി നിലവിൽ യാതൊരു സൂചനകളുമില്ല. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചും രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും വർഷങ്ങളായി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തിന്റെ സ്ഥാനചലനത്തിന് വഴിവെച്ചിട്ടില്ല. ഇത്രയും പ്രവചനങ്ങൾ നടത്തിയ ബാബ വാങ്കെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ 1911 ജനിച്ച വാങ്കെ ലോകപ്രശസ്തിയായ ഒരു ബൾഗേറിയൻ അന്ധയായ പ്രവചകയും നാട്ടുവൈദ്യയുമായിരുന്നു. 12ാം വയസ്സിലുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽപ്പെട്ടാണ് അവർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. അതിനുശേഷമാണ് അവർക്ക് ദിവ്യദൃഷ്ടി ലഭിച്ചതെന്ന് അനുയായികൾ പറയുന്നത്. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണം, ചെർണോബിൽ ആണവ ദുരന്തം, ഡയാന രാജകുമാരിയുടെ മരണം, 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി തുടങ്ങിയ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ വാങ്കെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നുവെന്നാണ് അനുയായികൾ അവകാശപ്പെടുന്നത്.